മേഘ, പത്തനാപുരത്ത് ഒരു തോൽക്കാത്ത മന്ത്രിയുണ്ട്, ഒരു ഗതാഗത മന്ത്രി, മുൻ MLA എന്നൊക്കെ വേണമെങ്കിൽ പറയാം, മുൻ മന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം. അതെ, തോറ്റിട്ടില്ല, ഇല്ല ഇല്ല തോൽക്കുന്നില്ല. അതെ, ജനം തോൽപ്പിച്ചു, പക്ഷെ തോറ്റു എന്ന് ഇതുവരെ തോറ്റു എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു മന്ത്രി. അപ്പോൾ അദ്ദേഹത്തിന്റെ കുറച്ച് അഴിമതി കഥകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ പുറത്തു വന്നിരുന്നു. ആ മാധ്യമങ്ങളുടെ വന്നിട്ടുള്ള വാർത്തകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 കോടി രൂപയുടെ അഴിമതിയാണ് KSRTCയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് KSRTCയിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി, മുൻ ഗതാഗത മന്ത്രിയല്ല, ഒറിജിനൽ ഗതാഗത മന്ത്രി, അതെ, ഒറിജിനൽ ഗതാഗത മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? അതെ, തീർച്ചയായിട്ടും ഇപ്പോൾ KSRTC അങ്ങ് ലോകോത്തര നിലവാരത്തിൽ എത്തിച്ചു എന്ന് പറയപ്പെടുന്ന മന്ത്രി അത്തരത്തിലൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു അഴിമതിക്ക് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് മുൻ ഗതാഗത മന്ത്രിയുടെയും ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിയുടെയും ഉത്തരവാദിത്തമാണ്. അത് നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം. അഥവാ നടന്നിട്ടില്ലെങ്കിൽ ഇത്രയും നല്ലൊരു മന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് തെറ്റല്ലേ? ഉറപ്പായിട്ടും തെറ്റാണ്. ഇതിന്റെ കണക്കുകൾ നമുക്ക് പരിശോധിക്കാം. ഇതിൽ LDFന്റെ ഭരണകാലത്ത്, കഴിഞ്ഞ ഭരണകാലത്ത് 181 ബസ്സുകൾ വിവിധ നിരക്കിൽ വാങ്ങിയതിലൂടെ ഏകദേശം 4 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടാണ് ഉണ്ടായിട്ടുള്ളത്. 2025 നവംബർ 21 ഒരു ബസ്സിന് 29,82,15 രൂപ നിരക്കിൽ 8 ബസ്സുകൾ വാങ്ങി. അതേ ദിവസം അതേ മോഡൽ ബസ്സുകൾ 5 ബസ്സുകൾ 27,74,593 രൂപയ്ക്കും വാങ്ങിയിട്ടുണ്ട്. ആ ദിവസം മാത്രം 16 ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത്. 1000-ഓ 2000-ഓ 3000 രൂപയുടെ കാര്യമല്ല പറയുന്നത്, 16 ലക്ഷം രൂപയുടെ മാറ്റമാണ് ഇതിലുണ്ടായിട്ടുള്ളത്. ഈ കണക്കെടുത്ത് നോക്കുമ്പോഴാണ് 181 ബസ്സുകൾ വാങ്ങിയതിൽ ഈ ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 4 കോടി രൂപയോളമായി. ഈ ആരോപണം വന്നതിന് ശേഷം KB ഗണേഷ് കുമാർ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അന്ന് തന്നെ ഇപ്പോൾ ടാറ്റയുമായി ബന്ധപ്പെട്ട്, ടാറ്റയുമായി കൈകോർത്ത് ബസ്സുകൾ വാങ്ങിയതിൽ ഈ ക്രമക്കേട് ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പോൾ ആ ടാറ്റ സിയറ കാർ ലഭിച്ചത് ഇതിന്റെ കൈക്കൂലിയാണോ, ഇതിന്റെ ഒരു കൂലിയായിട്ടാണോ, കമ്മീഷനായിട്ടാണോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, ഓൺലൈൻ മാധ്യമങ്ങൾ കൃത്യമായിട്ട് ഇടുന്നുണ്ട് എന്ന്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. എന്താണെങ്കിലും ഇപ്പോ അദ്ദേഹം ഞാൻ പേഴ്സണൽ ലോൺ എടുത്ത വണ്ടിയാണ്, ലോണിന്റെ ഡീറ്റെയിൽസ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഇത്രയും പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ അഴിമതി കാണിക്കണമെങ്കിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നൊക്കെ സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. ഒരു ഈ എന്താ പറയാ, ഈ കയ്യിൽ നിന്ന് MLA പട്ടമൊക്കെ പോയെങ്കിൽ ഒരു ഇതിനെ മാറ്റമൊന്നും വിഷമം മാറിയില്ല. അദ്ദേഹം ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞു ഇരുന്നിട്ട് അവിടെ വന്നിട്ട് പറഞ്ഞ എന്താണ്, പത്തനാപുരത്ത് ഞാൻ തോറ്റിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കണം, BJPയുടെ വോട്ട് വാങ്ങിച്ചിട്ടാണ് അവർ ജയിച്ചത്. അപ്പോ ജനാധിപത്യത്തിൽ ജനങ്ങൾ ഞങ്ങളെയാണ് വിജയിപ്പിച്ചുള്ളത്. ഇതൊക്കെ മറ്റേ P രാജീവ് ലൈനാണ്, മറ്റേ ആ സെന്റൻസ് എന്ന് പറഞ്ഞ രാഹുൽ. താത്വികമായ വസ്തുനിഷ്ഠമായ ഘടകത്തെ മാത്രം മനസ്സിലാക്കി ആത്മനിഷ്ഠ ഘടകത്തെ മനസ്സിലാക്കാതെ ഏതോ നിഷ്ഠത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാല് അതേ കൂട്ടി ഇരിക്കാം. തമ്പുരാൻ അറിയാം എന്താണ് പറയുന്നത്. ഇതുപോലെയാണ് ഗണേഷ് കുമാറിന്റെ കാര്യം. അദ്ദേഹം പറയുന്നു BJPയുടെ എത്ര 7 ലക്ഷം വോട്ട്, 7000 വോട്ട് UDF കോൺഗ്രസ് കാൻഡിഡേറ്റ് നമ്മുടെ ജ്യോതികുമാർ ചമ്മക്കാല വാങ്ങി, പൈസക്ക് വാങ്ങി. അതുകൊണ്ടാണ് 7000 വോട്ട് അങ്ങോട്ട് കിട്ടിയത്. ഇല്ലായിരുന്നെങ്കിൽ ജയിച്ചതിനൊന്നും അല്ല അദ്ദേഹം പറയുന്നത്, അതുകൊണ്ടാണ് കിട്ടിയത്. പക്ഷെ അപ്പോൾ ആരാണ് ജയിച്ചത്? ഞാനാണ് ജയിച്ചത്. ഒരു 7000 വോട്ട് കൂടെ ഞാൻ വാങ്ങിച്ചായിരുന്നെങ്കിൽ ഞാൻ ജയിച്ചേനെ. പക്ഷെ ഈ 7000 വോട്ട് എങ്ങനെയാണ് പറഞ്ഞത്? അത് BJPയുടെ വർഗീയവാദ വോട്ടുകൾ വാങ്ങിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7000 വോട്ടിനല്ല അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം 14,000 വോട്ടിന് തോറ്റെടുത്ത് നിന്നും ഇപ്രാവശ്യം 8,000-ന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. അപ്പോൾ BJPയുടെ 7000 വോട്ട് കൊണ്ട് മാത്രം വിജയിക്കുമെന്ന് പറയുന്നത് ഒന്നുകൂടെ കണക്ക് പഠിക്കണം. കാരണം കണക്കിൽ കുറച്ച് വീക്കാണ് എന്നാണ് നമുക്ക് അത് കണ്ടിട്ട് മനസ്സിലായത്. അവിടെ ജയിച്ചതിന് ശേഷം ചാമക്കാല ചോദിക്കുന്നുണ്ട്, പ്രീ ഡിഗ്രിക്കാരനായ നമ്മുടെ ഗണേഷ് കുമാറിന് കണക്കറിയില്ലേ ഏത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് രസകരമായിട്ടാണ് ജ്യോതികുമാർ ചമ്മക്കാല അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഗണേഷ് കുമാറിന് ഏത് പദവി കൊടുക്കും? ഇപ്പോ NSSന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, പിന്നെ മന്ത്രിയാണെന്ന് പറയാൻ പറ്റത്തില്ല, MLA ആണെന്ന് പറയത്തില്ല, മുൻ പറയാനേ പറ്റത്തുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് പറയാനുള്ള സ്ഥാനപ്പേര് എന്ന് പറയുന്നത് ഇപ്പോ ആനകളുടെ സംസ്ഥാന പ്രസിഡന്റ് എന്തോ ആണ്, അങ്ങനെ എന്തോ ഒന്ന് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ കുറെ മുന്നുകൾ ചേർത്ത് പറയാമല്ലോ. മുൻ ചലച്ചിത്ര താരം,
അതെ. മുൻ മന്ത്രി, മുൻ MLA, മുൻ സിനിമാക്കാരൻ, മുൻ കേരള കോൺഗ്രസ് ബി, പഴയ ഒരു പണ്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു, ആ പാർട്ടിയുടെ പേര് കേരള കോൺഗ്രസ് ബി എന്നായിരുന്നു, ആ പാർട്ടിക്ക് ഒരു നേതാവ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അതെ. അപ്പോൾ എന്താണെങ്കിലും അദ്ദേഹം നടത്തിയ അഴിമതി, അപ്പോൾ അഴിമതിയെ കുറിച്ച് വാർത്താ സമ്മേളനം നടത്താൻ വന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ തോറ്റിട്ടില്ല എന്നാണ്. അപ്പോൾ അയ്യോ, നമ്മൾ പറഞ്ഞ് അല്ല, പത്തനാപുരത്തെ ജനങ്ങൾ അതിനകത്തിരുന്ന കമന്റ് ഉണ്ട്, ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് തോറ്റാ മതിയായിരുന്നു, വെറുതെ അയാൾ വിജയിച്ചു, ഈ കരച്ചിലൊന്നും കാണേണ്ടി വരുന്നില്ലായിരുന്നു. എത്ര മാസമായി, ഒരു മാസമായി തോറ്റിട്ട്. അതെ, ശരിക്കും നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു വരികയാണ്. അപ്പോൾ ഈ 4 കോടിയുടെ അഴിമതി അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിൽ പുറത്തു വരാത്ത പലതും ഉണ്ടാകും. ഇപ്പോൾ KSRTC നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു, KSRTC അങ്ങ് വളർത്തി എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ വീഴ്ച സംഭവിച്ചു എന്നും വരുന്ന വർഷങ്ങളിൽ, വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി തന്നെ ഈ സർക്കാർ അന്വേഷിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, പരിവാഹൻ സൈറ്റിലാണ് ഇത് കിടക്കുന്നത്. അത് തെറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ ആ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ തെറ്റായിരുന്നു എന്ന് മന്ത്രി തന്നെ പറയുകയല്ലേ, അല്ലെങ്കിൽ മുൻ മന്ത്രി തന്നെ പറയുകയല്ലേ. ഇതെല്ലാം അദ്ദേഹം പറയുന്നതാണ് GST ഉണ്ടായിട്ടുള്ള മാറ്റമാണ് എന്നാണ്. ആ GST വന്നതിന് മുമ്പിട്ടും വന്നതിന് ശേഷവും എല്ലാം ഇതിനകത്ത് കൃത്യമായിട്ട് അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാതൃഭൂമി ന്യൂസ് കൃത്യമായിട്ട് വീണ്ടും വാർത്തയുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു വാർത്താ സമ്മേളനം കൂടെ അങ്ങ് നടത്തണം. കാരണം ആദ്യത്തെ വാർത്ത കണ്ടതിന് ശേഷമാണ് ഇത് GSTയിലെ പാകപ്പിഴയാണ്, ഇത് അങ്ങനെ ഉരുണ്ട് മറിഞ്ഞാണ് അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പുതിയ സ്ഥാനങ്ങളെ പിടിച്ചു. പിന്നെ DHSനെ മാറ്റുന്നതിനകത്ത് അണ്ണന് PR വർക്ക് കൃത്യമായിട്ട് കൊണ്ടുവന്ന് എത്തിച്ചു. നല്ല കാര്യമാണ് UDF ചെയ്തത്. അതിനകത്ത് കറക്റ്റാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ UDF ആണ് നല്ലത്. അങ്ങനെ കുറച്ച് UDFകാരെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ജനനായകനാണല്ലോ. അതെ അതെ, ആകെ ഒരു അവിയല പരുവത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുന്നത് എന്നുള്ളൊരു. പക്ഷെ അണ്ണൻ തോറ്റിട്ടില്ല. തോക്കാത്തതുകൊണ്ട് നമുക്ക് വേറെ പറയാനും കഴിയും. തോക്കാത്തത് കൊണ്ട് അദ്ദേഹം പറയുന്നത് ശരിയാവാനുള്ള വഴി. ഞാൻ പറയുന്ന VD സതീശൻ ഒന്ന് വിളിച്ചെന്തെങ്കിലുമൊക്കെ പോസ്റ്റോ എന്തെങ്കിലും കുറച്ചു നേരം ഓഫീസിൽ ഇരിക്കാൻ സമയമോ അങ്ങനെ. അല്ലല്ല, ജ്യോതികുമാർ ചാമക്കാലയോടാണ് എനിക്ക് പറയാനുള്ളത്, പത്തനാപുരത്ത് അങ്ങക്ക് വേണമെങ്കിൽ തൊട്ടപ്പുറത്തേക്ക് ഒരു സീറ്റ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ജയിച്ച മന്ത്രിയും തോൽക്കാത്ത മന്ത്രിയും തമ്മിൽ രണ്ടുപേരും കൂടെ സംസാരിച്ച, അതായത് തോൽക്കാത്ത MLAയും ജയിച്ച MLAയും തമ്മിൽ രണ്ടുപേരും അപ്പുറത്തിരുന്ന് കാര്യങ്ങൾ നടത്തിക്കോ. തർക്കമൊന്നുമില്ല. പ്രശ്നമുണ്ട്, ഒരു സീറ്റ് കൂടെ അപ്പുറത്തോട്ട് ഇട്ട് കൊടുക്കണം. അതെ, MLA ഓഫീസിലാണെങ്കിലും. അതെ, ഇലക്ഷന് മുമ്പ് നമുക്ക് തന്ന അഭിമുഖത്തിൽ ജ്യോതികുമാർ ചാമക്കാല പറയുന്നുണ്ട്, ഒരു തുറന്ന സംഭാഷണത്തിന് ഞാൻ തയ്യാറാണ്, എന്തുകൊണ്ട് അദ്ദേഹം വരുന്നില്ല എന്ന്. അപ്പോൾ മുഖത്ത് നോക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും. ഒരു വലിയ പൊളിറ്റിക്കൽ റൈവലറി ആയിരുന്നു അവിടെ നടന്നിരുന്നത്, അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അല്ല, എന്താണെങ്കിലും നമ്മൾ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് അന്വേഷണത്തിന് പോയിട്ടുണ്ട്. ഇതിനകത്ത് GST പാകപ്പിഴയാണ് എന്ന് പറയുമ്പോഴും ഇതിനകത്ത് എങ്ങനെയാണ് ഒരേ ദിവസം ഒരേ GST ഉള്ള ദിവസങ്ങളിൽ പോലും രണ്ട് തുകയിൽ വാങ്ങിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് മുമ്പും ശേഷവും എന്നുള്ളതാണ് നമ്മൾ കേൾക്കാൻ. അത് നമ്മൾ ഒപ്പിടാൻ നേരത്ത് 12 മണിയായിരിക്കും, 11:58 12:01 അങ്ങനെ ഒരേ സമയത്ത് തന്നെ ചിലപ്പോൾ രണ്ടെണ്ണം മാറി വന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാൻ കഴിയില്ലോ. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ 24 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നത് 30 ലക്ഷമായതും. 30 ലക്ഷമായത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. GST ഉണ്ടായിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ ബസ്സുകൾ എന്താണെങ്കിലും KSRTCക്ക് ബൾക്കായിട്ട് വാങ്ങിക്കുമ്പം വളരെ വില കുറച്ചായിരിക്കും സർക്കാർ സംവിധാനത്തിന് കൊടുക്കുന്നത്. അപ്പോൾ കാറ് കിട്ടിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചതുപോലെയല്ല ഇത്. KSRTC ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത്, VD സതീശനാണ് മുഖ്യമന്ത്രി. എന്താണെങ്കിലും ചിലപ്പോൾ അഴി എണ്ണാനുള്ള വകയുണ്ട് എന്ന് പറയുന്ന ചില ആളുകളുമുണ്ട്. എന്താണെങ്കിലും കേസ് നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജയിച്ച MLAക്ക് എവിടെങ്കിലും ഏതെങ്കിലും ഒരു സെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും UDF സർക്കാർ ഉണ്ടാക്കി തരും, തോൽക്കാത്ത MLAക്ക്.